എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അലേഗ്ര സ്പേസിൽ ഞാൻ മറ്റൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഗ്രീൻ ചില്ലി ബട്ടർ ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചിക്കനാണ് എങ്കിലും ഞാൻ ഈ പറയുന്ന രീതിയിൽ തയ്യാറാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഒരു മട്ടൻ്റെ ഫ്ലേവർ, ഒരു രുചിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ തീർച്ചയായും ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായത് ബോൺലെസ് ചിക്കനാണ്. ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഗ്രീൻ ചില്ലി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പെരുംജീരകം, കറുവപ്പട്ട, ഉപ്പ്, തൈര് എന്നിവയാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതിനെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് 20 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കുക. ഇനിയും ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ചുവന്നുള്ളിയും സവാളയും എടുത്തിരിക്കുന്ന ചിക്കന് എന്തുമാത്രം വേണോ ആ അളവിൽ മാത്രം ഉപയോഗിക്കുക. ഇനിയും ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് പച്ചമുളക്, അത് നെടുക കീറിയത്, കുരുമുളക് പൗഡർ, ഗരം മസാല, ബട്ടർ, മഞ്ഞൾപ്പൊടി, സോയ ഓയിൽ അല്ലെങ്കിൽ കടുകെണ്ണ ഉപയോഗിക്കുക. ഇനിയും വേണ്ടത് കഷ്യൂനട്ട് പേസ്റ്റാണ്. അതല്ല എങ്കിൽ ബദാം നട്ട് പേസ്റ്റ് ആക്കിയതും ഉപയോഗിക്കാം. ഇവിടെ കറിവേപ്പിലയ്ക്ക് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില അല്ലെങ്കിൽ സർവ്വസുഗന്ധിയുടെ ഇലയാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഗ്രീൻ ചില്ലി ബട്ടർ ചിക്കൻ തയ്യാറാക്കി എടുക്കുവാൻ ആവശ്യമുള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും എന്തുമാത്രം വേണം എന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു. അതിനനുസരിച്ച് എടുത്തിരിക്കുന്ന ചിക്കൻ എന്തുമാത്രം വേണം ആ ഒരു അളവിൽ മാത്രം ഓരോ ഇൻഗ്രീഡിയൻസും ഉപയോഗിക്കുക. ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ അങ്ങനെ ഞാൻ പറയുന്നില്ല. നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കന് എന്തുമാത്രം ആവശ്യമായി വരുന്നു. അപ്പോൾ എരിവൊക്കെ ആണെങ്കിൽ ചിലർക്ക് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് അങ്ങനെ നിങ്ങൾ ഓരോ ഇൻഗ്രീഡിയൻസും ഉപയോഗിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഗ്രീൻ ചില്ലി ബട്ടർ ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. നന്നായി ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് കടുകെണ്ണ ഒഴിക്കുക. അതല്ല എങ്കിൽ സോയ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ചുവന്നുള്ളി അതിൽ കുറച്ച് ഭാഗം ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ മെൽറ്റായി വരും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ചെറുതായി ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 20-25 മിനിറ്റിനുള്ളിൽ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു 3 മിനിറ്റ് നേരം ചെറുതായി ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കുക. 20-25 മിനിറ്റിനുള്ളിൽ ചിക്കൻ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഈ സമയത്ത് ചിക്കൻ സ്റ്റൗവിൽ നിന്നും വാങ്ങുക. അതിനുശേഷം മറ്റൊരു പാൻ സ്റ്റൗവിൽ വയ്ക്കുക. ചൂടായി വരുമ്പോൾ ഇത്തിരി എണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. സോയ ഓയിൽ അല്ലെങ്കിൽ മസ്റ്റാർഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. നന്നായി ഇളക്കുക. ഇനിയും അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളിക്ക് ശേഷം സവാള ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി അത് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. ഇനിയും ചേർക്കേണ്ടത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അത് ചേർത്ത് നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം. തക്കാളി നന്നായി ഉടഞ്ഞു വരും. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് പേസ്റ്റാണ്. അതായത് കഷ്യൂനട്ട് പേസ്റ്റ് അല്ലെങ്കിൽ ബദാം അരച്ചത്, ബദാമിൻ്റെയോ കഷ്യൂനട്ടിൻ്റെയോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. ഇനി ഇവിടെ ചേർക്കേണ്ടത് നമുക്ക് ചെറിയ ചൂടുവെള്ളം വേണം. അതായത് തിളപ്പിച്ചാറിയ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ലൂസായിട്ട് നമുക്ക് ആവശ്യമില്ല. കൺസിസ്റ്റൻസി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക.
ഇനി നമുക്കിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കൊറിയാൻഡർ ലീഫ് അല്ലെങ്കിൽ സർവ്വസുഗന്ധിയുടെ ഇല നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണത്തിന് മീതേക്ക് ഒഴിച്ചു കൊടുക്കുക. മെല്ലെ ഇളക്കുക. ഇനിയും ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ഒന്നുകൂടി സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്യുക. ഒന്ന് തിളച്ച് വരും. ഒരുപാട് ലൂസായിട്ടിരിക്കേണ്ട. ഇനി വെള്ളം ഇത്തിരി കൂടിപ്പോയാൽ അത് സ്റ്റൗവിൽ നിന്ന് തന്നെ ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആവശ്യമെങ്കിൽ ഒരിത്തിരി ബട്ടർ കൂടി ആഡ് ചെയ്യുക. കുരുമുളക് പൊടി ലേശം ഒന്ന് മുകളിൽ കൂടി വിതറി കൊടുക്കുക. നമ്മുടെ ഗ്രീൻ ചില്ലി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് തീർച്ചയായിട്ടും ഒരു മട്ടൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ. ദിസ് ഈസ് ഫ്രം അലേഗ സ്പേസ്.